നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു നയരൂപീകരണത്തിന് കോൺഗ്രസിന് ഇന്നും സാധ്യമാകാതെ പോയ ദിവസമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഉള്ള കോൺഗ്രസ് അംഗങ്ങൾ, നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യക്കാർ അതിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുന്ന ദിവസമാണ്. എന്നാൽ സോണിയാഗാന്ധി അതിൽ പങ്കെടുത്തേക്കുമെന്ന വാർത്ത വന്നു. നമസ്കാരം. ഇതടക്കമുള്ള നിരവധി വാർത്തകളുണ്ട്. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്ത് VN വാസവന് നൽകി. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പുകളും ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പുമാണ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. രാജ്ഭവന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും കുടുംബസമേതമാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. ആദ്യം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നീട് കെ.ബി. ഗണേഷ് കുമാറും സത്യവാചകം ചൊല്ലി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും. കെ.ബി. ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പ് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്തു. കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളാണ് നൽകിയത്. വിഴിഞ്ഞം പദ്ധതി വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യാനിരിക്കെയാണ് വകുപ്പ് മാറ്റം. VN വാസവന് സഹകരണത്തിന് പുറമെ തുറമുഖ വകുപ്പ് നൽകി. കെ.ബി. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് നൽകി. വകുപ്പ് ഏതായാലും നീതി പുലർത്തുമെന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഏത് വകുപ്പായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്ന ഏത് വകുപ്പും ആ വകുപ്പിനോട് പൂർണ്ണമായും നീതി കാണിക്കുക, വിശ്വാസ്യത, സത്യസന്ധത, പ്രതിബദ്ധത ഇതെല്ലാം പുലർത്തുക എന്നുള്ളതാണ് എളിയ എൻ്റെ കഴിവുകൾ. ഏത് വകുപ്പിനായിരുന്നു പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. KSRTCയിൽ വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന കെ.ബി. ഗണേഷ് കുമാർ. പരമാവധി ശ്രമിക്കും. പരമാവധി ലാഭത്തിലൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അതിൻ്റെ ഒരു അപകടസ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂണിയനുകളും എന്നോട് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ, സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ, മറ്റ് ഇടതുമുന്നണി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. പരസ്പരം മുഖം കൊടുക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തിയെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. വാക്പോരുകൊണ്ട് പോർമുഖം തുറന്ന ഇരുവരും വേദി പങ്കിടുമ്പോൾ മഞ്ഞുരുക്കത്തിന്റെ സാധ്യത പലരും മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ ഗവർണറുടെ ചായസൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. രാജ്ഭവനിലെ വേദിയിൽ കനപ്പിച്ച മുഖവുമായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനുമാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായത്. നാളുകൾക്ക് ശേഷം ഒരേ വേദിയിലെത്തിയിട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാനോ മുഖത്തോട് മുഖം നോക്കാനോ മുഖ്യമന്ത്രിയും ഗവർണറും തയ്യാറായില്ല. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി and Sri K.B. Ganesh Kumar, ministers designate, are present to take the oaths of office in secrecy. 6 മിനിറ്റ് വേദി പങ്കിട്ടിട്ടും മഞ്ഞുരുക്കത്തിന്റെ സൂചന നൽകുന്ന ശരീരഭാഷ പോലും ഇരുകൂട്ടരിൽ നിന്നുമുണ്ടായില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിക്കടുത്തുകൂടി ഗവർണർ നടന്നുപോയി. ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും സമവായമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരായ നിയമ നടപടി ഉൾപ്പെടെ സർക്കാർ ശക്തമാക്കുന്നതിനിടെയാണ് ഇരുകൂട്ടരും വേദി പങ്കിട്ടത്. എന്നാൽ വേദി പങ്കിട്ടതുകൊണ്ടോ ഒന്നിച്ച് ചായ കുടിച്ചതുകൊണ്ടോ തീരുന്നതല്ല പ്രശ്നങ്ങളെന്നാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഈ വിധമൊരു സമീപനം ഗവർണറും പ്രതീക്ഷിച്ചില്ലെന്നാണ് സൂചന. അതുകൊണ്ടുതന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇനിയുള്ള നീക്കങ്ങളും ശ്രദ്ധേയമായിരിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇനി നിയമസഭ ചേരേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറും സ്വീകരിക്കുന്ന നിലപാടാകും അടുത്ത അരങ്ങിൽ നിഴലിക്കുക. 24 തിരുവനന്തപുരം. ഗവർണർക്കെതിരായ ഹർജി ഭേദഗതി ചെയ്ത് സംസ്ഥാന സർക്കാർ ബില്ലുകൾ തീർപ്പാക്കുന്നതിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാണ് ആവശ്യം. ഭേദഗതി ചെയ്ത ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും.
ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടിയെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. വിഷയത്തിൽ ഹർജി ഭേദഗതി ചെയ്യാനും സംസ്ഥാനത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇതിന് തുടർച്ചയായാണ് സംസ്ഥാന സർക്കാർ നടപടി. ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനം കൈക്കൊള്ളാൻ മാർഗനിർദ്ദേശം വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ ഹർജിയിലെ മുഖ്യ ആവശ്യം. ബില്ലുകളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും സംസ്ഥാനം നിർദ്ദേശിക്കുന്നു. പുതുവത്സരാവധിക്ക് ശേഷം ചേരുമ്പോഴാകും കോടതി ഹർജി പരിഗണിക്കുക. ഹർജിക്ക് കാരണമായ 8 ബില്ലുകളിൽ 7 എണ്ണം ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പൂരം പ്രതിസന്ധിക്ക് പരിഹാരം. മുൻവർഷത്തെ വാടകയായ 42 ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു. മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. 8% വർധനയ്ക്കും ധാരണയായി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇരു ദേവസ്വങ്ങളും അംഗീകരിച്ചു. വിശദാംശങ്ങളുമായി സൂരജ് സജ്ജ് ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തായാലും ഒരു ശുഭ പര്യവസായിയായി ഈ പൂരം പ്രതിസന്ധി മാറിയെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയത്? ക്രിസ്റ്റിന, ഇനി പൂരം കൊട്ടിക്കയറുകയാണ്. കാരണം തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഏപ്രിലാണ് പൂരം നടക്കാനിരിക്കുന്നു. വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ ആശങ്ക, പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇതിനോടകം തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഈ പൂരം എക്സിബിഷനെ സംബന്ധിച്ച് ആ തർക്കങ്ങളിൽ പെട്ട് ഈ പൂരം വൈകുകയായിരുന്നു. എന്തായാലും ആ പ്രതിസന്ധികൾക്കെല്ലാം അയവായിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇതിന് തീരുമാനമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനെല്ലാം ഒരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യതകൾ ഒരുങ്ങിയ സമയത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും പ്രശ്നപരിഹാരം കണ്ടിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിൽ ഉൾപ്പെടെ മന്ത്രിമാരും ദേവസ്വം ഭാരവാഹികൾ അടക്കം പങ്കെടുത്തു. ആദ്യം സംസാരിച്ചത് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പ്രതിനിധികളായിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ ഈ ഭൂമി സൗജന്യമായി വിട്ടു നൽകണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീട് അവർ കുറച്ച് അയയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ പറഞ്ഞത് മുൻ വർഷത്തെ വാടക പ്രകാരം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുൻ വർഷത്തെ ധാരണ പ്രകാരം മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചു. പിന്നാലെ കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ യോഗത്തിൽ സംസാരിച്ചു. അവർ പറഞ്ഞത് വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളും തയ്യാറാണ്, പക്ഷേ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാഞ്ഞതാണ് ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതെന്നൊരു വിമർശനം ഇവർ ഉന്നയിച്ചു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞു പൂരം പ്രൗഢിയോടുകൂടി നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ഇരു ദേവസ്വങ്ങളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. താൽക്കാലികമായി ഇപ്പോൾ ഈ പൂരം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി മുൻ ധാരണ പ്രകാരം അല്ലെങ്കിൽ നിലവിലെ തൽസ്ഥിതി തുടരാം എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നു. അത് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ യോഗത്തിൽ കണ്ടത്. അത് പ്രകാരം കഴിഞ്ഞ വർഷം 39 ലക്ഷം രൂപയായിരുന്ന തറവാടക ഇത്തവണ 8% വർധനവോടുകൂടി 42 ലക്ഷം രൂപയായി ഉയർത്തി. ആ തറവാടക ഇത്തവണ ഇരു ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറും. അടുത്ത വർഷം എങ്ങനെ വേണം എന്നത് പിന്നീട് ഈ പൂരം കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ യോഗത്തിലെ ധാരണ. അത് 4-ാം തീയതി ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിൽ സർക്കാർ ഈ വിവരം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനത്തോടുകൂടി ഈ വിധി ഇത് നടപ്പാക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ഈ യോഗത്തിന് ശേഷം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഈ സർക്കാർ തീരുമാനത്തെയും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെയും എല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പൂരത്തിന്റെ ആവേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ക്രിസ്റ്റീന. ശരി, 42 ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു. 8% വർധനയ്ക്കും ധാരണയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുകയായിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്. സീഡഡ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും CPIM നേതാവ് TN സീമയുടെ ഭർത്താവ് G ജയരാജ് പുറത്ത് ഡയറക്ടർ നിയമന യോഗ്യതയിൽ മാറ്റം വരുത്തിയ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, G ജയരാജിന് വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതെന്ന ഒരു ആക്ഷേപം നിലനിന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു നിയമനത്തിന് അതായത് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണല്ലോ. വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. അതായത് സീഡിറ്റ് ഡയറക്ടർ സ്ഥാനം G ജയരാജിന് നഷ്ടമാകും. ജയരാജിനെ വീണ്ടും ഡയറക്ടറാക്കാൻ സർക്കാർ കൊണ്ടുവന്ന നോട്ടിഫിക്കേഷൻ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. 2ാം പിണറായി സർക്കാരാണ് ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള നിയമനത്തിന് യോഗ്യതകൾ മാറ്റിയത്. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നോട്ടിഫിക്കേഷനും അതിലെ തുടർ നടപടികളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. വിദ്യാഭ്യാസം, സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ നിയമിക്കാമെന്നായിരുന്നു മുൻ ശുപാർശ. ഇത് മാറ്റിയാണ് സർവീസിൽ നിന്നും വിരമിച്ചവരെയും നിയമിക്കാമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. ജയരാജിന്റെ നിയമനത്തിന് വേണ്ടി വ്യവസ്ഥകൾ മാറ്റി എന്നായിരുന്നു ആരോപണം. നോട്ടിഫിക്കേഷൻ റദ്ദാക്കിയതോടെ ജയരാജിന്റെ നിയമനവും അസാധുവാകും. CPIM നേതാവ് TN സീമയുടെ ഭർത്താവാണ് G ജയരാജ്. ശരി, വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് S ശ്രീകാന്താണ്.
ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ഭാഗമായി നാളെ മുതൽ ജനുവരി 3 വരെ 10 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മിലേനിയം വീക്ക്ലി എക്സ്പ്രസ് നാളെ സർവീസ് നടത്തില്ല. വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ ട്രാഫിക് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 10 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഏതൊക്കെ ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്? ഏതൊക്കെ ദിവസങ്ങളാണ് ഈ ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ട്രാക്കിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി 10 ട്രെയിൻ സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ നാളെ എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന എക്സ്പ്രസും ഉൾപ്പെടുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തേക്കും പോകുന്ന ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൊച്ചുവേളി കോർബ എക്സ്പ്രസ് ജനുവരി 1-നും കൊച്ചുവേളിയിലേക്ക് തിരിച്ച് കോർബയിൽ വരുന്ന ട്രെയിനും റദ്ദാക്കി ഉൾപ്പെടുന്നു. പ്രധാനമായും മലയാളികൾ ഉത്തരേന്ത്യയിലേക്ക് മറ്റും യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. തിരുനെൽവേലി വീക്ക്ലി എക്സ്പ്രസ് 2-9 തീയതികളിലും തിരുനെൽവേലിയിൽ നിന്ന് ബിലാസ്പൂരിലേക്ക് പോകുന്ന വണ്ടി 31-നും ജനുവരി 7-നും റദ്ദാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ 10ഓളം ട്രെയിനുകളാണ് റെയിൽവേ പെട്ടെന്ന് റദ്ദാക്കിയത്. ട്രാക്കുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് 10ഓളം ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നത്. യാത്രക്കാർക്കുണ്ടായ പ്രശ്നത്തിൽ റെയിൽവേ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവുന്നതോടെ സർവീസുകൾ വീണ്ടും ഈ ദിവസത്തിന് ശേഷം പുനരാരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്കാണ് വാർത്താമഴ പോകുന്നത്. കോൺഗ്രസിന്റെ മറുതന്ത്രമോ? അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കെ സോണിയാഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണം പാർട്ടിക്കല്ലെന്നും വ്യക്തികൾക്കാണെന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അയോധ്യയും രാമക്ഷേത്രവും BJPയുടേതല്ലെന്നും അവിടെ പോകാൻ തങ്ങൾക്ക് ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നും ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് വ്യക്തമാക്കി. സോണിയാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന 3 നേതാക്കൾക്കാണ് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം. വ്യക്തിപരമായ ക്ഷണം മുൻ അധ്യക്ഷ സ്വീകരിച്ചതായി മുതിർന്ന കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിഷയത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഉചിതമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പാർട്ടിക്കല്ല, വ്യക്തികൾക്കാണ് ക്ഷണം. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പം രാജ്യത്തിന്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താ ചെയ്യുന്നത്? ഒരു സർക്കാരിന്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് നിഷേധാത്മക സമീപനം വേണ്ടെന്ന നിലപാടാണുള്ളത്. രാമക്ഷേത്രം BJPയുടെ ശ്രമഫലമായല്ല, സുപ്രീംകോടതി ഉത്തരവിലൂടെയാണ് യാഥാർത്ഥ്യമായതെന്ന് ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24നോട് പറഞ്ഞു. कोर्ट के फैसले को भी सब लोग जानते हैं. उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियां हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും കൂടുതൽ പരസ്യ ചർച്ച വിഷയത്തിൽ വേണ്ടെന്ന ധാരണയുണ്ടായിട്ടുണ്ട്. ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുമ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി പരിഗണിച്ചാകണം ആ തീരുമാനമെന്ന അഭിപ്രായമാണ് ഉത്തർപ്രദേശ് ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഫലത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉത്തർപ്രദേശ് ഘടകം പ്രതീക്ഷിക്കുന്നു. ലക്നൌവിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനൊപ്പം R രാധാകൃഷ്ണൻ, 24. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് തിരിച്ചറിയണമെന്ന് മുസ്ലിം ലീഗ്. പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. രാമക്ഷേത്രം വിഷയം ചർച്ച ചെയ്യാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് ലീഗ് തീരുമാനം. കോൺഗ്രസ് സ്വതന്ത്രമായി നിലപാടെടുക്കട്ടെ എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാമക്ഷേത്രം BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചുകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക്
മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്, ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ്. മുന്നണിയിലെ പാർട്ടികൾ തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ലീഗ് നിലപാട്. 24 മലപ്പുറം. അയോധ്യ വിഷയത്തിലെ കോൺഗ്രസ് സമീപനം രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന്റെ പിന്തുണയോടെ ക്ഷേത്രം പണിയുന്നത് മതനിരപേക്ഷ രാഷ്ട്രത്തിന് യോജിച്ചതല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാർ നിലപാടിലൂടെ ഉണ്ടായത്. ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പണിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഏകകണ്ഠമായാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീരുമാനം. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്നും NDAയിലേക്ക് മടങ്ങിയേക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ പാർട്ടി തള്ളി. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കുമെന്ന് പാർട്ടി വക്താവ് KC ത്യാഗി പറഞ്ഞു. ഡൽഹിയിൽ ചേർന്ന JDU ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് അധ്യക്ഷസ്ഥാനം ഒഴിയുന്നുവെന്ന ലാലൻ സിംഗിന്റെ പ്രഖ്യാപനം. പകരം നിതീഷ് കുമാറിന്റെ പേരും നിർദ്ദേശിച്ചു. ഇത് പാർട്ടി എക്സിക്യൂട്ടീവും കൌൺസിലും ഒറ്റക്കെട്ടായി അംഗീകരിച്ചു. ദേശീയ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തെന്ന് യോഗത്തിനു ശേഷം നിതീഷ് കുമാർ. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഇതുവരെ ക്ഷണം ലഭിച്ചില്ലെന്നും ലഭിച്ചാൽ പങ്കെടുക്കുമെന്നും പാർട്ടി വക്താവ് KC ത്യാഗി വ്യക്തമാക്കി. ജനതാദൾ यू को मजबूत करना, इंडिया को मजबूत करना और सीटों की शेयरिंग बिहार के अलावा अन्य राज्यों में भी स्थान मिले, उसकी रणनीति तैयार की. ലാലൻ സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നത് NDAയിലേക്ക് മടങ്ങാനുള്ള JDU നീക്കത്തിന്റെ ഭാഗമായാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ നേതൃത്വം ഇത് തള്ളുകയാണ്. നിതീഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനും പാർട്ടിക്കും ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. 2024 മോദി തന്നെ മുഖം. ലോക്സഭാ തെരഞ്ഞെടുപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുൻനിർത്തി നേരിടാൻ BJPയുടെ തീരുമാനം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും നേട്ടമായി കാണിക്കുന്ന പ്രചാരണ വീഡിയോ പുറത്തിറക്കി. അയോധ്യയിൽ നാളെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവം ഒട്ടും മങ്ങലില്ലാതെ തുടരുന്നുവെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. മോദി എന്ന ഒറ്റ മുഖം മാത്രം ഉയർത്തിപ്പിടിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. മോദി മുദ്രാവാക്യവുമായുള്ള പ്രചാരണ വീഡിയോ BJP പുറത്തുവിട്ടു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ഭരണനേട്ടങ്ങളും ജനകീയ പദ്ധതികളും വിവരിക്കുന്നതാണ് വീഡിയോ. അയോധ്യ രാമക്ഷേത്രം തന്നെയാകും പ്രധാന പ്രചാരണ മുദ്രാവാക്യമെന്നും വീഡിയോ വ്യക്തമാക്കുന്നു. നാളെ അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടിയാകും തുടക്കം കുറിക്കുക. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച വിമാനത്താവളം പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. 1450 കോടി രൂപ ചെലവിട്ടാണ് വാത്മീകി മഹർഷിയുടെ പേര് നൽകിയ വിമാനത്താവളത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. അയോധ്യാധാം എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷന്റെ പുതിയ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 24 ഡൽഹി. രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാനെത്തിയാൽ വയനാട് സീറ്റ് BDJSൽ നിന്ന് ഏറ്റെടുക്കാൻ BJPയിൽ ധാരണ. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കും. ഇതിലൂടെ NDA ഇന്ത്യ മുന്നണി നേർക്കുനേർ എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് BJPയുടെ നീക്കം. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ ഫെബ്രുവരി 12 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും. 24 എക്സ്ക്ലൂസീവ്. ജനുവരി ആദ്യവാരത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ BJP സംസ്ഥാന ഭാരവാഹി യോഗം തീരുമാനിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളടക്കം ആരംഭിക്കും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ BDJSൽ നിന്ന് BJP സീറ്റ് ഏറ്റെടുക്കും. ഇതിലൂടെ ഇന്ത്യ മുന്നണിക്കെതിരായ പ്രചാരണം ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ബൂത്ത് തലം വരെ പ്രചരിപ്പിച്ച് UDFനെയും LDFനെയും പ്രതിരോധത്തിലാക്കാനും നീക്കം നടത്തും. കേരളത്തിൽ നിന്നുള്ള 20 MPമാർക്കെതിരെയും പ്രാദേശിക തലത്തിലടക്കം സമരം ആരംഭിക്കാനും
കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ഭാരവാഹി യോഗം തീരുമാനിച്ചു. ജനുവരി ആദ്യവാരം മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കും. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പുതിയ വോട്ടർമാരുടെ സമ്മേളനം ജനുവരി 24 സംഘടിപ്പിക്കും. നിലവിലെ തീരുമാനപ്രകാരം സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 12 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിക്കും. അന്നുതന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്ര ആരംഭിക്കാനും പാർട്ടി ആലോചിക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നവകേരള ബസിന് നേരെയുണ്ടായ ഷൂവെയർ റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജയെ കേസിൽപ്പെടുത്തിയതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ തുടരുന്നു. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു തുടങ്ങി. CDR ചോർത്തിയത് പോലീസിന് വലിയ തലവേദനയായി. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പോലീസ് നടപടിക്കെതിരെ LDFിലെ പ്രബല കക്ഷിയായ CPIയുടെ ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നു എന്നതാണ് ശ്രദ്ധേയം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ പ്രതികരിച്ചു. വിനീതയുടെ കാര്യത്തിലും മറിച്ചൊരു നിലപാടില്ലെന്ന് ആനി രാജ. മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്നവരെ സർക്കാർ തെരഞ്ഞു പിടിക്കുകയാണെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഫോൺ വിവരങ്ങൾ ചോർത്തിയത് വലിയ തെറ്റെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യത്തിൻ്റെ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കിയാണ് നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്ത നടപടി അപലപനീയമാണ്, ശക്തിയായിട്ട് അപലപിക്കപ്പെടണം. പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. മാധ്യമപ്രവർത്തകയും KSU പ്രവർത്തകരും തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ് സൈബർ ഇടങ്ങളിൽ എത്തിയതിന് പിന്നിൽ പോലീസ് സഹായം ഉണ്ടെന്നാണ് ആക്ഷേപം. 24 കൊച്ചി. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി നാടകകലാസമിതി അവതരിപ്പിക്കാനെന്ന ഗവർണറും തൊപ്പിയും എന്ന നാടകത്തിന് വിലക്ക്. ഭരണഘടനാ പദവിയിലുള്ള പേരുകൾ ഉപയോഗിച്ചെന്ന് കാണിച്ച് BJP നൽകിയ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഉത്തരവ്. വിലക്കിനെതിരെ നാടക പ്രവർത്തകരും DYFIയും പ്രതിഷേധിച്ചു. വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും തടഞ്ഞു. നാടകകലാസമിതിയുടെ പോഷക സംഘടനയായ കാപ്പിരിക്കൊട്ടകയാണ് ഫോർട്ട് കൊച്ചി പള്ളത്ത് രാമൻ ഗ്രൗണ്ടിൽ നാടകം അവതരിപ്പിക്കാനിരുന്നത്. BJP മട്ടാഞ്ചേരി മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീരയുടെ നടപടി. ഗവർണറും തൊപ്പിയും എന്ന നാടകത്തിൽ നിന്ന് ഗവർണർ എന്ന പേര് നീക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അവഹേളിക്കുന്ന പരാമർശങ്ങളും ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളും ഒഴിവാക്കണമെന്നും ഉത്തരവിലുണ്ട്. ജർമ്മൻ കവിയും നാടകകൃത്തുമായ ഫ്രെഡറിക് ഷെല്ലറുടെ വില്യം ടെൽ എന്ന നാടകത്തിന്റെ മലയാള ആവിഷ്കരണമാണ് നാടകമെന്നാണ് സംഘാടകരുടെ വാദം. സത്യത്തിൽ ഇവിടുത്തെ ഗവർണറുമായിട്ട് ആരും ബന്ധമില്ല. ഇത് ശരിക്ക് ജർമ്മൻ നോവലാണ്. ഒപ്പേറ, അതായത് വില്യം ടെൽ എന്ന് പറഞ്ഞിരിക്കുന്ന ജർമ്മൻ ഒപ്പേറ എന്ന ഒപ്പേറയിലെ ഒരു ചെറിയൊരു ഏടെടുത്തിട്ടാണ് അതിനെ ആസ്പദമാക്കി ഞാൻ ഗവർണറും തൊപ്പിയും എന്ന് പറഞ്ഞിരിക്കുന്ന നാടകം എഴുതിയത്. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി വെളി ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ മാത്രമാണ് അനുമതി. പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന നിലപാടിലാണ് സംഘാടകർ. 24 കൊച്ചി. മാവോയിസ്റ്റ് കവിത കൊല്ലപ്പെട്ടു. കണ്ണൂർ അയ്യംകുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കവിത എന്ന ലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലും പശ്ചിമഘട്ട വക്താവ് ജോഗിയുടെ പേരിലുള്ള കുറിപ്പിലുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലപ്പുഴ ചപ്പാരം കോളനിയിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് മാവോയിസ്റ്റുകൾക്കായി വനമേഖലയിൽ വ്യാപക തിരച്ചിൽ നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആറളം അയ്യങ്കുന്നിൽ നവംബർ 13 രാവിലെ ഏറ്റുമുട്ടലുണ്ടായത്. ഇതിൽ പരിക്കേറ്റ കവിത ചികിത്സയിലിരിക്കെ മരിച്ചുവെന്നാണ് മാവോയിസ്റ്റുകളുടെ കുറിപ്പിലുള്ളത്. വിപ്ലവകാരിക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമതികളോടും കൂടി മൃതദേഹം പശ്ചിമഘട്ടത്തിൽ സംസ്കരിച്ചുവെന്നും കുറിപ്പിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ റായലസീമ സ്വദേശിയാണ് ലക്ഷ്മി എന്ന കവിത. 2015 മുതൽ പശ്ചിമഘട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. മരിക്കുമ്പോൾ കബനി ഏരിയ സെക്രട്ടറി ആയിരുന്നുവെന്നാണ് മാവോയിസ്റ്റുകളുടെ കുറിപ്പിലുള്ളത്.
കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 4 തവണ പോലീസ് ആക്രമണം നടന്നെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നുള്ള ആക്ഷേപങ്ങളും കുറിപ്പിലുണ്ട്. രക്തകടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്ന മുന്നറിയിപ്പാണ് പോസ്റ്ററുകളിൽ. ഇന്നലെ രാത്രിയാണ് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. 2016 കരുളായി മുതൽ 2023 ആറളം വരെ കവിതയുടെ മരണത്തോടെ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 9 ആയിരിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ പ്രവർത്തനവും സജീവമായി മുന്നോട്ടു പോവുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ക്യാപ്റ്റന് വിട ചൊല്ലി തമിഴകം. അന്തരിച്ച തമിഴ് നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന് വിട ചൊല്ലി തമിഴകം. കോയമ്പേട് DMDK ആസ്ഥാനത്തായിരുന്നു സംസ്കാരം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിനെത്തി. പൊതുദർശനം നടന്ന ചെന്നൈ ഐലൻഡ് ഗ്രൗണ്ടിലും കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്തുമെല്ലാം ഇന്നലെ മുതൽ കണ്ടത് കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ മാത്രം. സൂപ്പർ സ്റ്റാറും നേതാവുമായ പുരൈച്ചി കലൈഞ്ചറുടെ വിയോഗം താങ്ങാൻ ഇനിയും ആരാധകർക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാരനോടൊപ്പം എന്നും നടന്ന വിജയകാന്തിനെ ഒരു നോക്ക് കാണാൻ തമിഴ്നാട്ടിന് പുറത്തുനിന്നും ആയിരങ്ങളെത്തി. ഇന്നലെ പൊതുദർശനം നടന്ന DMDK ആസ്ഥാനത്തിന് ക്യാപ്റ്റന്റെ മനസ്സറിഞ്ഞെത്തിയ അണികളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്നു പുലർച്ചെ മുതൽ ഐലൻഡ് ഗ്രൗണ്ടിൽ പൊതുദർശനം. അവിടേക്കും ഒഴുകിയെത്തി പതിനായിരങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുമാനിച്ച വിലാപയാത്ര തുടങ്ങിയത് 2:30. അപ്പോഴും ക്യാപ്റ്റനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ മനുഷ്യർ വരിയിൽ ബാക്കിയായി. ആരാധകർ തിങ്ങി നിറഞ്ഞ ചെന്നൈ നഗരത്തിലൂടെ വിലാപയാത്ര നീങ്ങിയത് വളരെ പതുക്കെ. മണിക്കൂറുകൾക്കൊടുവിൽ തന്റെ പാർട്ടി ആസ്ഥാനത്ത് അന്തിയുറക്കം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ക്യാപ്റ്റനെ യാത്രയാക്കി തമിഴകം. പുരൈച്ചി കലൈഞ്ചർ ഇനിയില്ല. സാധാരണ സിനിമാ താരങ്ങൾ മരിക്കുമ്പോൾ അവർ ബാക്കിയാക്കിയ കഥാപാത്രങ്ങളിലൂടെ അവർ ജീവിക്കുമെന്നാണ് പറയുക. പക്ഷേ ഇവിടെ ക്യാപ്റ്റൻ വിജയകാന്ത് ജീവിക്കുക ഈ സാധാരണക്കാരുടെ മനസ്സുകളിലാണ്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം DMDK ആസ്ഥാനത്ത് നിന്ന് മനേഷ് മൂർത്തി, 24. വാർത്താമഴ പൂർത്തിയാകുന്നു. നന്ദി.